Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. പേരെന്താ? സിസ്റ്റർ മെർലിറ്റ് എൻ്റെ പേര്. സിസ്റ്റർ ഉപയോഗിക്കുന്ന ബെൽറ്റാണിത്. ഇതിൽ തരക്കേടില്ലാത്ത ബെൽറ്റാണ്. എത്ര കാലമായി? 7 മാസത്തോളം ഞാൻ ഈ ബെൽറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. 18 വർഷത്തോളെങ്കിലും എനിക്കിങ്ങനെ ഇതിന് വേദന തുടങ്ങിയിട്ട്. പക്ഷേ വേദന സിവിയർ പെയിനായിട്ട് തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമെങ്കിലും ആയി. അപ്പോൾ വേദന ഇങ്ങനെ കൊണ്ടു നടന്നു. ഞാൻ ബോംബെയിലെ ഹൗസിലായിരുന്നു. അവിടെ വെച്ച് എനിക്ക് വേദന കൂടിയിട്ട് ഒരു കൈറോപ്രാക്ടർ എന്നൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ അതിന് എനിക്ക് കുറവൊന്നുമില്ല. അപ്പോഴാണ് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന് കാഞ്ഞിരപ്പള്ളിയിലെ ഞങ്ങളുടെ ഒരു ഹൗസിലേക്കായിരുന്നു ട്രാൻസ്ഫർ ആയി വന്നത്. അവിടെ വന്ന് 24 ദിവസമേ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി നിന്നുള്ളൂ. അപ്പോൾ തന്നെ ഭയങ്കര വേദന കൂടി. ഞാൻ എന്നെ എടുത്തുകൊണ്ട് വരുന്ന പോലെയാണ് എൻ്റെ പ്രൊഫഷണൽ ഹൗസിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ബെഡിൽ ഇപ്പം കയറിയിട്ട് 7 മാസം കഴിഞ്ഞിട്ടാണ്. 7 മാസമായിട്ട് കിടപ്പാണല്ലേ? ആ, കഥാവ് സൗഖ്യം തരുമോ? തീർച്ചയായിട്ടും ഉറപ്പല്ലേ? ഞാൻ ഈ നട്ടലയിലൊക്കെ തട്ടിക്കോട്ടെ. 7 ഡോക്ടർമാരുടെ കേസം അവർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു സർജറി അല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. സർജറി മാത്രമേ. ഈ 2-ാം തീയതി ശനിയാഴ്ച സർജറിക്ക് വേണ്ടി രാജഗിരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. 7 ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് സർജറി അല്ലാതെ ഒരു വഴിയില്ല. സിസ്റ്ററിന് അടുത്ത ശനിയാഴ്ച രാജഗിരി ഹോസ്പിറ്റലിൽ നട്ടൽ ഓപ്പറേഷൻ പറഞ്ഞ് വന്നിരിക്കുന്നത്. കർത്താവ് സൗഖ്യം കൊടുക്കുമോ? ഉറപ്പുണ്ടോ? അത് നിങ്ങളെല്ലാവരും സിസ്റ്ററിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങുവാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ, നിങ്ങളുടെ മകളെ സ്പർശിക്കണമേ, ആത്മാവിനെ അയക്കണമേ. അത്ഭുതമായ ദൈവശക്തി കടന്നു പോകട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിന്റെ ശക്തി കടന്നു പോകട്ടെ. നട്ടലിലൂടെ ദൈവശക്തി കടന്നു പോകട്ടെ. ഹല്ലേലൂയ. ഓപ്പറേഷൻ മാറിപ്പോകട്ടെ. യോഹന്നാൻ 19:36 അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. ആമേൻ. കുനിഞ്ഞു, ധൈര്യമായിട്ട് കുനിയട്ടെ സിസ്റ്ററെ, കുനിയട്ടെ, ധൈര്യമായിട്ട് കുനിഞ്ഞോ, ഒന്നും സംഭവിക്കത്തില്ല. കൈയടിച്ചു നന്ദി പറയട്ടെ. എണീച്ചു എന്ന് പറഞ്ഞു. നട്ടിൽ തിരിച്ചേ, ധൈര്യത്തോടെ തിരിച്ചു, കൈയടിച്ചു നന്ദി പറയട്ടെ. യേശു അവൻ ഇവിടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഉണ്ട്. തിരിച്ചേ, കൈയൊക്കെ വലിച്ചു കൊടുന്നേ. കഴുത്തൊക്കെ തിരിച്ചേ സിസ്റ്റർ, കഴുത്തൊക്കെ ഇങ്ങോട്ടും. തിരിച്ചേ. കുനിഞ്ഞേ, കുനിയട്ടെ. ആമേൻ. വർഷങ്ങളോളമായി ഒന്ന് കുനിഞ്ഞിട്ട് എങ്ങനെ ഒന്ന് കുനിയാൻ എനിക്ക് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കാനൊക്കെ കൊതിയായിരുന്നു. മുട്ടുകുന്നി പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളോളമായി. എത്ര വർഷമായി ഒന്ന് കുനിഞ്ഞിട്ട്? ഇപ്പോൾ ഒരു 4-5 വർഷമല്ലായിട്ട് എനിക്ക് തോന്നി എനിക്ക് കുനിയാൻ ശരിക്കും പറ്റത്തില്ലാതായിട്ട്. പിന്നെ 4-5 വർഷമായി സിസ്റ്റർ കുനിയാൻ പറ്റത്തില്ലാതായിട്ട്. പിന്നെ മുട്ട് കുത്തുവാണെങ്കിൽ കാലിൻ്റെ മുട്ട് മടക്കി മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റുണ്ടായിരുന്നുള്ളൂ. പിന്നെ മുട്ട് കുത്തി പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് കൊതിയായിരുന്നു. പക്ഷെ എനിക്ക് സിസ്റ്റർ വന്ന് കുത്തിയിരുന്നേറ്റേ, കാലെ കുത്തിരുന്ന് എഴുന്നേക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കട്ടെ. എഴുന്നേക്കട്ടെ. യേശുനാമത്തിൽ ഇരുന്നേ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കട്ടെ. മുട്ടുകുത്തിരുന്നേ. മുട്ടുകുത്തിക്കോ. കൈയടിച്ചു നന്ദി പറഞ്ഞേ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ. യേശു ഏക രക്ഷകൻ.
കരുണാമയൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തി ഞാൻ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ പരിപാലനയിൽ, ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ധ്യാനമായിട്ട് ഞാൻ എന്നെ കാണുകയാണ്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ കരങ്ങൾ എന്നെ സ്പർശിച്ചു, ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം ശ്രവിക്കുക, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. ഞാൻ നിന്നിൽ തീ കൊളുത്തും, ഞാൻ നിന്നിൽ തീ കൊളുത്തും. നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ വൃക്ഷങ്ങൾ ദഹിപ്പിക്കപ്പെടും. ഈ തീ നിന്നിൽ കൊളുത്തിയത് ഞാനാണെന്ന് സകലമർത്യരും അറിയും. തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും ഈ അഗ്നിയിൽ കത്തിച്ചാമ്പലാകും. ഈ തീ അണയുകയില്ല, കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ശ്രവിക്കുക, കർത്താവിന്റെ വചനം ശ്രവിക്കുക, കർത്താവിന്റെ വചനം ശ്രവിക്കുക, കർത്താവിന്റെ വചനം ശ്രവിക്കുക. ഞാൻ നിന്നിൽ തീ കൊളുത്തും, 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 ഞാൻ നിന്നിൽ തീ കൊളുത്തും. ഞാൻ നിന്നിൽ തീ കൊളുത്തും. ഈ തീ അണയത്തില്ല, ഈ തീ അണയത്തില്ല, ഈ തീ അണയത്തില്ല, തീ അണയത്തില്ല. ഈ തീ കൊളുത്തിയത്, ഈ തീ കൊളുത്തിയത് കർത്താവാണെന്ന് കർത്താവാണെന്ന് സകലമർത്യരും അറിയും, സകലമർത്യരും അറിയും. തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും ഈ അഗ്നിയിൽ കത്തിച്ചാമ്പലാകും. ഈ തീ കൊളുത്തിയത് കർത്താവാണ്. ഞാൻ നിന്നിൽ തീ കൊളുത്തും. Jesus, you are my